ഈ പേഷ്യൻറ്റിന് സ്ട്രീറ്റ്സ് ഉള്ള ഒരാളാണ്. അപ്പോൾ ബെഗറാണ്. അവർക്ക് കണ്ണ് കാണാണ്ട് അവർ ഭക്ഷണം ആരോ കൊടുത്ത ഭക്ഷണം മണ്ണിൽ ഇട്ടിട്ടാണ് കഴിക്കുന്നുണ്ടായിരുന്നത്. ബിക്കോസ് ഹി വാസ് നോട്ട് ഏബിൾ ടു സീ. അപ്പോൾ ഇവരുടെ അടുത്ത് അവിടെ എവിടെയോ നിൽക്കുന്ന ഒരു ഷോപ്പിൽ ഒരു പയ്യൻ എൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഡോക്ടറെ എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കും, ബിക്കോസ് ഇങ്ങനെ കാണുന്നില്ല, അയാൾ കഴിക്കുന്നത് മണ്ണാണോ ഭക്ഷണമാണോ എന്നും കൂടെ അറിയാത്ത രീതിയിൽ അയാൾ ഇതായി എന്ന് പറഞ്ഞു. അപ്പോൾ ദെൻ ഐ സെഡ് ഓക്കെ, ഫസ്റ്റ് തിങ് എന്താണെന്ന് വെച്ചാൽ അയാൾ എൻ്റെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ അയാൾ ആദ്യം കുളിപ്പിക്കണം, അല്ലാണ്ട് എനിക്ക് അതിന് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അയാളുടെ അടുത്ത് മറ്റേ ആ പയ്യൻ്റെ അടുത്ത് പൈസയൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു, ഇയാളത് കുളിപ്പിച്ച് പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കൊണ്ടുവരും, ബാക്കി ഞാൻ നോക്കിക്കോളാം പറഞ്ഞു. അങ്ങനെ ആ പേഷ്യൻറ്റിനെ തിയേറ്ററിൽ കൊണ്ടുവന്ന്, ഇതൊരു തമിഴ് പേഷ്യൻ്റാണ് കേട്ടോ. ആൻഡ് സർജറി ഫിനിഷ് ചെയ്തു. ഞാൻ സർജറി കഴിഞ്ഞ് ഞാൻ എണീറ്റപ്പം ഹി വാസ് ഡൗൺ ഓൺ മൈ ഫീറ്റ്. ബിക്കോസ് വെൻ ഹി ജസ്റ്റ് റിമൂവ് ഇത് ഇട്ട ഡ്രേപ്പ് എടുത്തു മാറ്റിയപ്പം ഫസ്റ്റ് ടൈം ഹി വാസ് സീയിങ്. ആദ്യമായിട്ട് കാണുക. കുറെ കാലങ്ങളായിട്ട് ആൾക്കാരെ ഒന്നും കണ്ടിട്ടില്ല. അയാൾ എൻ്റെ കാലിലായിരുന്നു. ഞാൻ തിരിഞ്ഞു നോക്കും, ആരും എൻ്റെ കാല് പിടിക്കുന്ന നോക്കും. ഹി വാസ് ഫ്ലാറ്റ് ഓൺ മൈ ലെഗ്, വിച്ച് വാസ് ലൈക്ക് മൊമെന്റ് വിച്ച് റിയലി അത് ഭയങ്കര ഒരു ഇമോഷണൽ മൊമെന്റ് ആയിരുന്നു. പിന്നെ ഞാൻ അയാളെ കൊണ്ടുപോയിട്ട് മലമ്പുഴയിൽ ഒരു ഫാദറിൻ്റെ ഒരു ഇതുണ്ട്, അവിടെ കൊണ്ടാക്കി. ബിക്കോസ് എനിക്കറിയില്ല ഇനി ഇയാൾക്ക് താമസിക്കാൻ സ്ഥലമില്ല, ഇയാൾക്ക് പിന്നെ പുറത്ത് സ്ട്രീറ്റ്സിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഇൻഫെക്ഷൻ ആവില്ലേ. അപ്പം ഞാൻ ഫാദറിൻ്റെ അടുത്ത് പറഞ്ഞു, ജസ്റ്റ് ടേക്ക് കെയർ ഓഫ് ഹിം ഫോർ 1 month. ഡ്രോപ്സും അയാൾക്ക് വേണ്ട ഡ്രസ്സും എല്ലാം അവിടെ എത്തിച്ചു കൊടുത്തു. ഹീ ടുക്ക് കെയർ ആൻഡ് ദെൻ ആഫ്റ്റർ 1 month ഹി സ്റ്റാർട്ടഡ് ഹിസ് ജോബ് ആൻഡ് ഹി നെവർ ബെഗ്ഡ് thereafter, which is like a kind of a very നമുക്കൊരു ഇമോഷണൽ സാറ്റിസ്ഫൈങ് മൊമെന്റ് എന്ന് പറയുന്നത്. അങ്ങനെ കുറച്ച് നല്ല മൊമെന്റ്സ് ഉണ്ട് ലൈഫിൽ.